നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ശാപം ഉമ്മയുടെ മുഖത്ത് നോക്കി തള്ളേ എന്ന് വിളിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും മനസ്സിന്റെ ഉറപ്പുമുള്ള മക്കളുണ്ടായി എന്നുള്ളതാണ് നാടിന്റെ ഏറ്റവും വലിയ ശാപം. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഒരു പക്ഷേ മഞ്ചേരിയിൽ ഒരു വീടുണ്ട് അത്രേ. ആ വീടിന്റെ പുറത്തുകൂടി നിങ്ങൾ നടന്നു പോകുമ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത്രേ. ആ കരച്ചിലിന് ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ? ആ വീട്ടില് ആകെ ഉണ്ടായിരുന്നത് ഒരു ഉമ്മയും ഒരു മകനുമാണ്. അങ്ങനെ മകൻ വളർന്ന് വലുതായി എന്തിനും പോന്ന തണ്ടും തടിയുള്ള ഒരു ആൺകുട്ടിയായി ഉമ്മ മകനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഭാര്യ വീട്ടിലേക്ക് വന്നു, ജീവിതം തുടങ്ങി. ഒരുപാട് നാള് കഴിഞ്ഞു. ഒരു ദിവസം ഈ ഭാര്യക്ക് ഒരു ആഗ്രഹം. എന്താണെന്നറിയോ? എനിക്ക് മാത്രം ഇരിക്കാൻ ഇവിടെ ഒരു കസേര വേണം, ഒരു ചൂരലിന്റെ കസേര. ആ കസേരയിൽ ഇവിടെ വേറെ ആരും ഇരിക്കാൻ പാടില്ല, ഞാൻ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കസേര ഇവിടെ വേണം. ഭർത്താവ് വന്നപ്പോ പറഞ്ഞു, ഈ വീട്ടില് എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു ചെയർ വേണം. ഭർത്താവ് ചോദിച്ചു, അതെന്താണ്ടി അങ്ങനെ? എനിക്കെന്താ വട്ടായോ? അതല്ല, എനിക്ക് അങ്ങനെ വേണം. ആയിക്കോട്ടെ, പ്രശ്നമില്ല, ഒരു കസേര വാങ്ങിച്ചാൽ അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കസേര വാങ്ങിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും കസേര വാങ്ങിയപ്പോ ആ കസേര കണ്ട ഉമ്മ അതിലിരിക്കാൻ തുടങ്ങി. ഉണ്ടാവുമല്ലോ, ദിവസവും ഈ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഇവള് തലയണ മന്ത്രത്തിലൂടെയും കുശുമ്പ് കുന്നായത്തിലൂടെയും ഈ ഉമ്മയ്ക്കെതിരെ പരാതി പറയാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ഇയാള് വരുമ്പോ കേൾക്കുക, നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് ഇടങ്ങേറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ കുറിച്ച് കുശുമ്പ് കയറ്റി. ഒരു ദിവസം ഈ കുശുമ്പിങ്ങനെ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ ഇങ്ങനെ ആ കസേരയിൽ ഇരുന്നിട്ട് എന്തോ വായിക്കുക അങ്ങനെ ചെയ്യാണ്. ഇയാള് ഗ്രിൽസ് തുറന്ന് ചാടിക്കയറി ഉമ്മാന്റെ വയറ്റത്ത് ഒരൊറ്റ ചവിട്ടി. മഞ്ചേരിയിൽ നടന്ന സംഭവമാണ് അത്ര. ഗ്രില്ല് തുറന്ന് ചാടിക്കയറി ഉമ്മയുടെ വയറ്റത്തേക്ക് ഒരൊറ്റ ചവിട്ടി. എന്നിട്ട് ചോദിച്ചു, തള്ളേ, നിങ്ങൾക്ക് നാണല്ലേ? എന്റെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ ഇരുന്ന് കണ്ട് പുസ്തകം വായിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്, തള്ളേ എന്ന് ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ ചോദിച്ചത്രേ. വയറ് പിടിച്ചുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, മോനെ, എന്തൊരു ശക്തിയാണ്ടാ നിന്റെ കാലിന്, എന്തൊരു ശക്തിയാണ്ടാ നിന്റെ കാലിന്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ഏതൊരു വയറ്റിലാണോ അവൻ ചവിട്ടിയത്, ആ വയറ്റിലാണ് 25 വർഷം മുമ്പ് 10 മാസക്കാലം ചുരുണ്ട് കിടന്നത്. ആ വയറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിനുശേഷം ജനിച്ചു വീണതിന് ശേഷം ആ ഉമ്മയുടെ കരങ്ങളും ആ ഉമ്മയുടെ ചുണ്ടുകളും ആ ഉമ്മയുടെ മാരടവും ആ ഉമ്മയുടെ കണ്ണുനീരും നൽകിയ ചൂടേറ്റുകൊണ്ടാണ് അവൻ വളർന്നത്. ഇന്ന് ആ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുകയാണ് അല്ലേ? മാതാപിതാക്കളോടുള്ള അക്രമത്തിന്റെ ശിക്ഷയുടെ ജീവിക്കുന്ന തെളിവായി മഞ്ചേരി പ്രദേശത്ത് ഇന്നും ആ മനുഷ്യൻ ജീവിക്കുന്നു. എനിക്ക് ആ മനുഷ്യന്റെ വീടറിയില്ല, വ്യക്തിപരമായി അറിയില്ല, പക്ഷേ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടിപ്പോയി. അതൊരു പഴുപ്പായി. ആദ്യം മുട്ടിന്റെ താഴെ നിന്ന് മുറിച്ചു കളയേണ്ടി വന്നു, പിന്നെ തൊടന്റെ അവിടുന്ന് മുറിച്ചു കളയേണ്ടി വന്നു, ഡയഫ്രം വരെ പഴുപ്പെത്തി. അതിന്റെ മുകളിലോട്ട് മുറിച്ചു കളഞ്ഞാലും മനുഷ്യൻ മരിച്ചു. അതിന്റെ മുകളിലോട്ട് പഴുപ്പ് കയറി ഇന്ന് യാതനയും വേദനയും അനുഭവിച്ച്, ഒരു ക്യാൻസറിനേക്കാൾ വേദന അനുഭവിച്ചുകൊണ്ട് വീടിന്റെ 4 മതിലുകൾക്കുള്ളിൽ ആ മനുഷ്യൻ ജീവിക്കാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അല്ലെ, ഉമ്മയോടും വാപ്പയോടും അനാവശ്യമായി പെരുമാറിയാൽ പടച്ചതമ്പുരാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ മുന്നേ ശിക്ഷ തരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് മഞ്ചേരി പ്രദേശത്ത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്.